നമസ്കാരം. കഴിഞ്ഞ മാസം 28 ജാനുവരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ 89,900 നിൽക്കുമ്പോൾ മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിൽ വീഴാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ടെക്നിക്കൽ അനലൈസിംഗ് പറയുന്നത് 6 സ്ട്രോങ്ങസ്റ്റ് പാറ്റേൺ അറ്റ് ദ സെയിം ടൈം ഫോം ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഇൻസ്റ്റയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് താഴെ വരും എന്നുള്ളത്. കാരണം അത്യാവശ്യം മാർക്കറ്റ് 24,666 പോയിന്റാണ് ഇതുവരെ മാർക്കറ്റ് താഴെ വന്നിട്ടുള്ളത്. 27% വീണിട്ടുള്ളത്. ഈ ബിറ്റ്കോയിൻ വീട് കഴിഞ്ഞാൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ താഴേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്ന് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. സോ മാർക്കറ്റ് അതേപോലെ താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഈ വീഡിയോയുടെ കൂടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വീഡിയോയും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാവുന്നതാണ്. സ്ട്രോങ്ങസ്റ്റ് നെഗറ്റീവ് പാറ്റേൺസ് ഇഷ്ടംപോലെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ലോവർ ലോയിൽ നിന്ന് ലോവർ ഹൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോവർ ഹൈ എന്ന് പറഞ്ഞാൽ മാക്സിമം പോകാവുന്ന ദൂരം 98,876 ആ റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് പോകാം. എന്നാൽ മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിൽ താഴേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലോവർ ഹൈ ടു ലോവർ ലോയിലേക്കാണ്. സോ ബിറ്റ്കോയിൻ ട്രെൻഡ് നെഗറ്റീവ് ആയാൽ മറ്റ് എല്ലാ കോയിൻസും അത്യാവശ്യം താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് പാനിക് സെല്ലിംഗ് ചെയ്ത് കാശ് കളയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ബിറ്റ്കോയിന്റെ ഈ തകർച്ച കാരണം എല്ലാ കോയിനുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ പാനിക് സെല്ലിംഗ്. ഇതേപോലുള്ള സാഹചര്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് അബദ്ധം കാണിക്കാൻ വരുന്നത് തോന്നിയിടത്തെല്ലാം ആവറേജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആവറേജ് ചെയ്യും. സോ അറിവില്ലായ്മ കൊണ്ട് കാണിച്ചു കൂട്ടുന്ന അബദ്ധങ്ങളാണ്. തോന്നിയിടത്തെല്ലാം പോയിട്ട് ആവറേജ് ചെയ്യും. ടോട്ടൽ ലോസ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ ചിന്തിക്കുകയുള്ളൂ. എന്താ സംഭവിച്ചെന്ന് പോലും അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവത്തില്ല. ട്രേഡിങ്ങിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അവർ കാണിക്കുന്ന സകല തെറ്റുകളും. സോ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺസ് സ്ട്രാറ്റജി കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും മുൻകൂട്ടി എല്ലാ ട്രേഡും പറയാൻ പറ്റും. സോ ഒരു പ്രൊഫഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഏത് ട്രേഡ് എടുക്കണം, ഏത് ട്രേഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതുമാത്രമല്ല നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങണം, എത്ര രൂപയ്ക്ക് വിൽക്കണം, എത്ര നാൾ ഹോൾഡ് ചെയ്യണം, എവിടെ നിയറസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കണം എന്ന് ആധികാരികമായിട്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് ഈ ടെക്നിക്കൽ അനലൈസിങ്. ഒരു വ്യക്തിയോട് പോലും ഒരു ട്രേഡ് പോലും ചോദിക്കാതെ സ്വന്തമായിട്ട് നമുക്ക് തീരുമാനം എന്നാണ് എടുക്കാൻ സാധിക്കുക, അന്നാണ് നമ്മളൊരു യഥാർത്ഥ ട്രേഡർ ആവുകയുള്ളൂ. സോ ട്രേഡിംഗ് ശരിയായ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കും വിജയിക്കാം. ശരിയായ രീതിയിൽ പഠിച്ചാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. This video is meant for educational purposes only and is not financial advice. Please do your own research before making any investment decision.